ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മൾ കുറെ ഫ്ലാഷർ സർക്യൂട്ടുകളൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇനി 2-3 വീഡിയോസിൽ RGB LED സ്ട്രിപ്പിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് നോക്കാം. ആർഡിനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാഷർ സർക്യൂട്ടാണ്. RGB LED സ്ട്രിപ്പിന്റെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് IRFC 44N എന്ന് പറയുന്ന N ചാനൽ മോസ്ഫെറ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മോസ്ഫെറ്റ് ആണ്. മാത്രമല്ല 3 മോസ്ഫെറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓരോ LEDസിന്, അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ 3 കളറിനെ കൺട്രോൾ ചെയ്യാനുള്ള 3 മോസ്ഫെറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിത് PCBയിലൊന്നും അസംബിൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പിന്നിലാണ് അസംബിൾ ചെയ്യുന്നത്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. മാത്രമല്ല സർക്യൂട്ടും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടേ. ഒരു 5 മീറ്റർ നീളമുള്ള RGB സ്ട്രിപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മോസ്ഫെറ്റിന് ഹീറ്റ് സിങ്കിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മോസ്ഫെറ്റിന് 49 ആംപിയർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല ഓരോ മോസ്ഫെറ്റും ഇതപ്പോൾ 3 മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മോസ്ഫെറ്റ് റെഡ് LED മാത്രം കൺട്രോൾ ചെയ്യും, ഒരു മോസ്ഫെറ്റ് ഗ്രീൻ LED മാത്രം ഹാൻഡിൽ ചെയ്യും, ഒരു മോസ്ഫെറ്റ് ബ്ലൂ LED മാത്രം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹീറ്റ് സിങ്കിന്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. RGB LED വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ പുറത്ത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ, ഇലക്ട്രോണിക് ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്, അവിടെ നിന്ന് വാങ്ങിച്ചാലും മതിയാവും. RGB LED സ്ട്രിപ്പിന് പകരം പിക്സൽ LED സ്ട്രിപ്പ് യൂസ് ചെയ്ത് കളയില്ല, കാരണം അത് വർക്ക് ചെയ്യില്ല. കാരണം പിക്സൽ LED സ്ട്രിപ്പിന് 3 ലൈനേ ഉള്ളൂ, അതായത് ഒരു +5 വോൾട്ട്, പിന്നെ ഒരു ഡേറ്റ ലൈൻ, പിന്നെ ഒരു ഗ്രൗണ്ട്, ഈ 3 ലൈനേ ഉള്ളൂ. പക്ഷേ RGB LED സ്ട്രിപ്പിന് 4 ലൈൻ ഉണ്ട്. അത് ഒരു കോമണും ഉണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ 3 കളറിലേക്കും ആയിട്ടുള്ള സ്ട്രിപ്പും ഉണ്ട്. കാരണം പിക്സൽ LED സ്ട്രിപ്പിന് അകത്ത് യൂസ് ചെയ്യുന്ന LED RGB LED തന്നെ ആണെങ്കിലും അതിനകത്തൊരു ഡേറ്റ കൺട്രോളറും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം.
നമുക്ക് RGB LED കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 3 LED കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയാണ് ഇത് കത്തണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ RGB LED ഒരു LED തന്നെ ഇത് കത്തുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് കത്തണമെന്ന്. പക്ഷെ ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നോക്കണം, ഒരേ സമയം 2 LED ആണ് കത്തുന്നത്. 2 LED ഒരേ സമയം കത്തിയിട്ട് ഒരെണ്ണം ഫെയ്ഡ് ഔട്ട് ആവും. ആ ഫെയ്ഡ് ഔട്ട് ആവുന്ന സമയം മറ്റേ LED അണഞ്ഞു കിടക്കുന്ന ആ LED ഫെയ്ഡിനായിട്ട് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരേ സമയം 2 LED ഒരെണ്ണം ഫെയ്ഡ് ഔട്ട് ആവും, മറ്റേത് ഫെയ്ഡിനായിട്ട് കത്തും. അപ്പം ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അങ്ങനെയാണ് ഇത് ഒരു ഫ്ലാഷർ പോലെ വർക്ക് ചെയ്യുന്നത്. ഫ്ലാഷർ എന്നല്ല, ഒരു എന്താ ഡിമ്മർ അങ്ങനെ എന്തുകൊണ്ടെങ്കിലും പറയാം, അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ RGB LED ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം 2 LED കത്തുമ്പം വേറെ കളറാണ് വരുന്നത്. അതായത് 3 RGB LED ഉണ്ട്, പ്രൈമറി കളേഴ്സ്. അതിൽ നിന്ന് 2 LED കത്തുമ്പം വേറെ കളറാണ്, മെജൻഡ കളറും സിയാൻ കളറൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുന്നത്. അപ്പം ഒരു LED കൊടുത്ത് 3 സിമ്പിൾ LED കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു LED RGB LED സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ ഇതിന് ഭയങ്കര ഭംഗിയാണ് കാണാൻ. മാത്രമല്ല, നിങ്ങൾ ഇതിന് ഈ RGB LEDക്ക് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഒന്നും യൂസ് ചെയ്യണ്ട. കാരണം എന്തെന്ന് അറിയാമോ, ഇതിനകത്ത് ഓൾറെഡി കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ട്രിപ്പിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം. RGB LED കൃത്യമായിട്ട് കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ 3 വയർ ഉണ്ടല്ലോ, അത് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ആ പോസിറ്റീവ് മാത്രം കൃത്യമായിട്ട് കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് വളരെ കുറച്ച് കോമ്പണൻസ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. സർക്യൂട്ട് ഉണ്ട്, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. ആകെ 3 മോസ്ഫെറ്റും 3 കപ്പാസിറ്ററും 3 റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഈ സർക്യൂട്ടിന് പോസിറ്റീവ് സപ്ലൈ കിട്ടുന്ന ഏത് വഴിയാണ്? RGB LED വഴിയാണ് കിട്ടുന്നത്. അപ്പം പോസിറ്റീവ് സപ്ലൈ നേരെ എടുത്ത് RGB LED സ്ട്രിപ്പിൽ കൊടുത്തിട്ട് ആ RGB LEDയുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, റെഡ് ഗ്രീൻ ബ്ലൂ, അതുവഴിയാണ് ഇതിന് സപ്ലൈ കിട്ടുന്നത്, പോസിറ്റീവ്. അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും. ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിനെ എടുത്ത് ഒരു 1 മെഗാവോം വഴി മറ്റേ മോസ്ഫെറ്റിന്റെ ഗേറ്റിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഗേറ്റിൽ നമ്മളൊരു കപ്പാസിറ്ററും കണക്ട് ചെയ്തു. അപ്പൊ ഇവിടെ എങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഓണായിട്ട് ഒരു LED ഓൺ ആവുമ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അതിൽ നിന്നുള്ള സപ്ലൈ, പോസിറ്റീവ് സപ്ലൈ മറ്റേ ഗേറ്റിന്റെ മറ്റേ മോസ്ഫെറ്റിന്റെ ഗേറ്റിലുള്ള കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തിട്ട് പിന്നീട് ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ ഗേറ്റ് വഴിയാണ്. ആ ഗേറ്റ് വഴി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിമ്മായിട്ട് അങ്ങ് അണയാൻ തുടങ്ങും. അപ്പം അതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഈ കപ്പാസിറ്ററിന്റെ ഇത് വാല്യൂ കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ഈ ഫെയ്ഡ് ആവണതിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫെയ്ഡ് ആവണതിന്റെ ആ എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 4.7 മൈക്രോഫാരഡ് എന്നുള്ള ഇതാണ്. അപ്പം നിങ്ങൾക്ക് സർക്യൂട്ട് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിനിൽ നിന്ന് എടുത്ത് ഒരു 1 മെഗാവോം വഴി മറ്റേ മോസ്ഫെറ്റിന്റെ ഗേറ്റിൽ, അതിന്റെ ഡ്രെയിനിൽ നിന്ന് എടുത്ത് അടുത്ത മോസ്ഫെറ്റിന്റെ ഗേറ്റിൽ, അതിന്റെ ഡ്രെയിനിൽ നിന്ന് എടുത്ത് 1 മെഗാവോം വഴി ഒന്നാമത്തെ ഗേറ്റിൽ. ഇങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് സർക്യൂട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. All I wanna be
സർക്യൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? സർക്യൂട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ സർക്യൂട്ടും വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാണ്. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിന്റെ റീസണും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എങ്കിലല്ലേ എനിക്ക് ഡെവലപ്പ് ആവാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടിപൊളി വീഡിയോ എന്നും പറഞ്ഞ് ചുമ്മാ കമന്റും കൂടെ ഇട്ടേക്കണേ, മറക്കല്ലേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.